റൈറ്റ്. ഇവിടെ ഇപ്പം സ്ക്രീനിൽ ഞാൻ രണ്ട് സോളിഡ്സ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ട് സോളിഡ്സ്, രണ്ട് ടൈപ്പ് ഓഫ് സോളിഡ്സ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പ്രിസം ആൻഡ് പിരമിഡ്. ഓക്കെ, പ്രിസം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഒരു പെൻറ്റഗണൽ പ്രിസമാണ്. ഓക്കെ, പെൻറ്റഗണൽ പ്രിസം മീൻസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഫസ്റ്റ് വേർഡ് മീൻസ് ദ ഷേപ്പ് ഓഫ് ദ ബേസ്. പെൻറ്റഗണൽ പ്രിസം. സോ ബേസിലെ ഷേപ്പ് എന്ന് പറയുന്നത് വിച്ച് ഇസ് എ പെൻറ്റഗൺ. പെൻറ്റഗൺ മീൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 5 corners or 5 points അല്ലെങ്കിൽ 5 edges. അപ്പം നമുക്ക് പറയാം ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, ലൈൻ ബി സി, ലൈൻ സി ഡി, ലൈൻ ഡി ഇ ആൻഡ് ലൈൻ ഇ എ. ഇങ്ങനെ 5 ലൈൻസ്, വി ക്യാൻ സേ എഡ്ജസ്. നമുക്കതിൻ്റെ നോമൻക്ലേച്ചേഴ്സ് ഒക്കെ പറയാം. അതിന് മുമ്പായിട്ട് 5 സൈഡ്സ് ഉള്ള ഒരു പ്ലാനർ ലാമിന, ദാറ്റ് മീൻസ് അവർ പെൻറ്റഗണൽ ലാമിന. ഓക്കെ, ആ പെൻറ്റഗണിൻ്റെ പ്രിസം എന്ന് പറയുമ്പോൾ ബോട്ടം ഫേസും അതുപോലെ ടോപ്പ് ഫേസും ദേ ആർ സിമിലർ. ഓക്കെ, ബോട്ടം ആൻഡ് ടോപ്പ് നമുക്ക് സെയിം പെൻറ്റഗൺ തന്നെ വരികയാണെങ്കിൽ നമുക്ക് പറയാം വിച്ച് ഇസ് എ പെൻറ്റഗണൽ പ്രിസം. ഓക്കെ, ദെൻ ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് വിച്ച് ഇസ് എ റെക്റ്റാങ്കുലർ പിരമിഡ്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു മാത്രം. റെക്റ്റാങ്കുലർ പിരമിഡ്. പിരമിഡ് എന്ന് പറയാൻ കാരണം which is a rectangular pyramid. So rectangle is the base shape. Okay, so we have the 4 corners or 4 edges here, and the top face we have only single point which is called vertex. Okay, ബേസിലുള്ള എല്ലാ കോർണേഴ്സും ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ വിച്ച് ഇസ് എ പിരമിഡ്. ബേസിലുള്ള സെയിം ഷേപ്പ് തന്നെയാണ് അടുത്ത ഓപ്പോസിറ്റ് ഫേസിലും ഉള്ളതെങ്കിൽ വി ക്യാൻ സേ വിച്ച് ഈസ് പ്രിസം. Okay, that's the difference. Okay, so നമുക്ക് പറയാം this is our prism and this is our pyramid. Okay, ഒരു എക്സാമ്പിൾസ് പറഞ്ഞെന്ന് മാത്രം. ഇനി റൈറ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒരു പെൻറ്റഗണൽ പ്രിസമായിരുന്നു, മറ്റൊന്ന് റെക്റ്റാങ്കുലർ പിരമിഡ് ആയിരുന്നു. സോ ആദ്യം നമ്മൾ നോമൻക്ലേച്ചറിൽ നൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ദ ബേസ് ഷേപ്പ് ഓഫ് ദാറ്റ് സോളിഡ്. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാണ് ബേസ് ഷേപ്സ് എന്ന് നോക്കാം. എ നമ്പർ ഓഫ് പോളിഗൺസ് അവൈലബിൾ ആണ്. പോളിഗൺ മീൻസ് മോർ ദാൻ 1 എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന സോളിഡ്സ്, വട്ടവർ സോളിഡ് അല്ല, പ്ലെയിൻസ്, ഷേപ്സ്. സോ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സിലബസ്, ഓക്കെ, നമുക്കിപ്പോൾ ഉള്ള കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ള ഷേപ്സ് ആണെന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സർക്കിൾ. ഓക്കെ, സർക്കിൾ ഒരു സർക്കിളിന് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രിസം ആൻഡ് പിരമിഡ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സർക്കിളിൻ്റെ പ്രിസം ആണ് നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത്. റൈറ്റ്, സർക്കിൾ ബോട്ടം ഫേസും സർക്കിളായിരിക്കും, ടോപ്പ് ഫേസും സർക്കിളായിരിക്കും. ഓക്കെ, വിച്ച് ഈസ് വാട്ട് വി കോൾ സിലിണ്ടർ, സിലിണ്ടറിക്കൽ ഷേപ്പ്. നിങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞ സോളിഡിൻ്റെയൊക്കെ ഏരിയ, വോളിയം ഒക്കെ ഇൻ്റഗ്രേഷനൊക്കെ വെച്ച് കണ്ടതായിരിക്കും ഇൻ സ്കൂൾ ലെവൽ. ഹലോ, ഓക്കെ, ബട്ട് ഒരു ബേസിക്സിന് വേണ്ടി പറയുന്നത് മാത്രം. ഓക്കെ, സോ സർക്കിൾ നമ്മൾ പറഞ്ഞു ബേസ് ഷേപ്പും അതുപോലെ ടോപ്പ് ഫേസും സെയിം സർക്കുലർ ഷേപ്പാണ്. നമുക്ക് വി ക്യാൻ കോൾ ഇറ്റ് ആസ് സിലിണ്ട്രിക്കൽ പ്രിസം. ദാറ്റ് മീൻസ് അവർ സിലിണ്ടർ ഇറ്റ് സെൽഫ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന സർക്കിളിൻ്റെ ബേസ് ജോമെട്രി ഒരു സിംഗിൾ പോയിന്റ് ഓർ വേർട്ടെക്സിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഓൾ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കോൺ, അല്ലേ? റൈറ്റ്, ഇവിടെ കാണാം എ കോൺ. റൈറ്റ്, കോൺ എന്ന് പറയുമ്പോൾ കോണിൻ്റെ ബേസ് ഷേപ്പ് ഈസ് എ സർക്കിൾ ആൻഡ് ദ സർക്കുലർ ഷേപ്പ് ഈസ് always converged to a single point which is our vertex. Okay, so നമ്മളതിനെ കോൺ എന്ന് പറയും. Right, that's what a circle. Then moving to the minimal close to geometry, that is triangle. Okay, ഞാനിപ്പോൾ ഇതിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ ഒന്നും പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, വിച്ച് മേ ബി ഈക്വലാറ്റർ ട്രയാങ്കിൾ മേ ബി. സോ ഒരു ട്രയാങ്കിൾ നമുക്കറിയാം വി ഹാവ് 3 എഡ്ജസ് എന്ന് ഉദ്ദേശിച്ചത്
Okay, 3 edges, edge 1, edge 2, edge 3. Okay, then പിന്നെ നമുക്ക് പറയാം we have some corners. Okay, so 3 edges, 3 corners, അത് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ ട്രയാങ്കിളുടെ ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ സം ഓഫ് 180 ഡിഗ്രി. ഓക്കെ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. റൈറ്റ്, ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് എ സ്ക്വയർ. സ്ക്വയർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ ആൻഡ് ഫ്രോം ദ സെയിം ഫാമിലി. ദാറ്റ് മീൻസ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ will be perpendicular, okay, 90 degree, all the angles are 90 degree with each other. Then മാത്രമല്ല 4 edges and 4 corners. Okay, ഇതിനായിരിക്കും നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. If all the sides are equal, then we can call it as square. If 2 of them are equal, we can call it as a rectangle. Okay, but രണ്ട് കേസിലും നമുക്ക് പറയാം ഇൻക്ലൂഡഡ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. Alright, so that's what a square and rectangle. Then, so this is what our 3 edges or 3 corners, 4 corners. This is also 4 corners. Then next one is the pentagon. Pentagon means which is having 5 corners or 5 edges. Okay, റൈറ്റ്. മാത്രമല്ല ഈ പറഞ്ഞതിൻ്റെ ഒരു സിംഗിൾ എഡ്ജസ് തമ്മിലുള്ള ഇൻക്ലൂഡ് ആംഗിൾ എത്രയായിരിക്കും? പെൻറ്റഗണിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ എത്രയായിരുന്നു? പെൻറ്റഗൺ ഹാവ് യു ഓൾറെഡി ഹേർഡ് അബൌട്ട് ദിസ് പെൻറ്റഗൺ? നമ്മൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ ഇൻ്റഗ്രേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഏരിയ ഒക്കെ കണ്ടതാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അല്ല, പെൻറ്റഗണിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ 108 ആണോ? എക്സാക്ട്ലി 108 ഡിഗ്രി. ഓക്കെ, 108 ഡിഗ്രി. എല്ലാ ആംഗിൾസും 108 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന സോളിഡ്സ് ഒക്കെ തന്നെ റെഗുലർ സോളിഡാണ്, അല്ലെങ്കിൽ റെഗുലർ ഷേപ്പാണ്. സോളിഡ് എന്ന് പറയാനായിട്ടില്ല, റെഗുലർ ഷേപ്പാണ്. ഓക്കെ, ദാറ്റ് മീൻസ് റെഗുലർ റെക്റ്റാങ്കിൾ, റെഗുലർ പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ. റെക്റ്റാങ്കിൾ പറയാൻ പറ്റില്ല. റെഗുലർ മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, all edges are in same length. Okay, pentagon 5 edges ആണെങ്കിൽ 5 edges are in same shape, same length. ഇതിന് ഡിഫറെൻറ്റ് ലെങ്ത് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഇൻക്ലൂഡഡ് ആംഗിൾ മേ വേരി. ബട്ട് നമുക്ക് ഇത്തവണ പഠിക്കാനുള്ള എല്ലാ സെക്ഷൻസും അല്ലെങ്കിൽ എല്ലാ ജോമെട്രീസും വിച്ച് ദേ ആർ റെഗുലർ ഷേപ്പ്, all the edges are in same length except that rectangle. Rectangle അത് പറ്റില്ലല്ലോ, ബട്ട് 2 of them are parallel and equal. Rectangle case. Then the last one is hexagon. That means a shape which is having 6 corners and 6 edges. Okay, ഈ പറഞ്ഞ ഹെക്സഗണിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി. എക്സാക്ട്ലി, ഓൾറെഡി നിങ്ങൾ കണ്ടതിനായിരിക്കും. ഓൾ ദ ഇൻക്ലൂഡഡ് ആംഗിൾസ് ആർ 120 ഡിഗ്രി അപ്പാർട്ട്. ഓക്കെ, അതും എങ്ങനെയാണെങ്കിൽ മാത്രമാണ് if which is a regular hexagon. ഈ നമ്മൾ ഈ പറഞ്ഞ സോളിഡ് ഒക്കെ തന്നെ regular hexagon or regular pentagon. Okay, that means all the edges are in same length. ഇറഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് ഷേപ്പ് ആയിട്ടുള്ള ജോമെട്രീസിൻ്റെ പ്രൊജക്ഷൻസ് നമുക്ക് നോക്കാനില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇതിൻ്റെ എല്ലാം ഇൻക്ലൂഡ് ആംഗിൾ എത്രയാണെന്നും ഇതിൻ്റെ എഡ്ജസിൻ്റെ നമ്പർ, കോർണേഴ്സിൻ്റെ നമ്പർ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ സ്കൂൾ ലെവലിൽ മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്, എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ഓക്കെ, റൈറ്റ്. സോ ഇത്രയും പ്ലെയിൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ജോമെട്രി പ്ലെയിൻസ്, 2D പ്ലെയിൻസ്. ഈ ഒരു പ്ലെയിനിനെ നമ്മൾ ബേസ് ഷേപ്പ് ആക്കിയിട്ട് മാറ്റി. ദാറ്റ് മീൻസ് ദ ബേസ് ഓഫ് എനി ഓഫ് ദ സോളിഡ്. തൊട്ട് മുമ്പ് നമ്മൾ കാണിച്ച സോളിഡിലൊക്കെ ബേസ് ഷേപ്പ് ഉണ്ടായിരുന്നു, പെൻറ്റഗൺ ഉണ്ടായിരുന്നു, റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ബേസ് ഷേപ്പ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ജോമെട്രി ആയിരിക്കും. ദെൻ നമ്മൾ അതിൻ്റെ പെൻറ്റഗൺ പിരമിഡ് ആണോ പ്രിസോ ആണോ എന്ന് സ്പെസിഫൈ ചെയ്യും.
ഓക്കെ, ആക്ച്വലി രണ്ട് ടൈപ്പ് ഓഫ് സോളിഡ്സ് ഉണ്ട്, സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ ആൻഡ് സോളിഡ്സ് ഓഫ് ഫേസസ്. നമ്മളങ്ങനെ ക്ലാസിഫിക്കേഷൻ നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിച്ച് ഈസ് ഹാവിങ് ഓൺലി പ്രോബ്ലംസ്. ഓക്കെ, സോൾവിങ് ദ പ്രോബ്ലംസ് ഓർ ഫൈൻഡിങ് ദ പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്, ദാറ്റ്സ് ഓൾ. നമ്മൾ ഓൾറെഡി ലൈൻസിൻ്റെ ക്വസ്റ്റനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊജക്ഷനിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 4 ക്വാഡ്രൻസിനെ പറ്റിയൊക്കെ സ്പെസിഫൈ ചെയ്തു. അതുപോലെ തന്നെ 4 ക്വാഡ്രൻറ്റിലും വന്നിട്ടുള്ള പ്രോബ്ലംസ്, പല ക്വാഡ്രൻറ്റിലൂടെയും പാസ് ചെയ്ത് പോകുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാഡ്രൻറ്റിൽ നിൽക്കുന്നതായിട്ടുള്ള പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? 2 ആംഗിൾ ഓഫ് പ്രൊജക്ഷൻസ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻസ്. ഹലോ, അല്ല, ഒന്നുകൂടെ പിന്നിലോട്ട് ആലോചിച്ച് നോക്കി. ആൽഫ ആൻഡ് ബീറ്റ. അല്ല, ഒന്നുകൂടെ പിന്നിലോട്ട് പോട്ടെ. ഓക്കെ, എങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഫസ്റ്റ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കേട്ടിട്ടില്ലേ? ഫസ്റ്റ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് അസ്യൂം ചെയ്തിട്ട്, ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ഫസ്റ്റ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഒബ്ജക്റ്റ് ഈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ് എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ വിച്ച് ഈസ് തേർഡ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. 2 ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണുള്ളത്. സെക്കൻഡും ഫോർത്തും ക്വാഡ്രൻറ്റിൽ വെച്ചിട്ട് നമ്മൾ പ്രൊജക്ഷൻസ് വരയ്ക്കാറില്ല. ബിക്കോസ് second projection overlapping. Exactly, that means there will be a projection overlapping. It's a confusion in figure. ഓക്കെ, സോ ഫസ്റ്റ് ആംഗിൾ ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആംഗിളാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ISO ഡ്രോയിങ് സ്റ്റാൻഡേർഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, റൈറ്റ്? ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ബട്ട് നമ്മൾ ക്വാഡ്രൻറ്റ് കുറച്ചുകൂടെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി എല്ലാ ക്വാഡ്രൻറ്റിലുള്ള പ്രോബ്ലംസും ലൈൻസിൽ ചെയ്തു. ബട്ട് ഫ്രം സോളിഡ്, ഓക്കെ, ഈ ഒരു സെക്കൻഡ് മോഡ്യൂൾ മുതൽ, സോളിഡ്സ് മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സോളിഡ്സും ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. ഓക്കെ, വേറെ ഒരു ക്വാഡ്രൻറ്റിനെ പറ്റി നമ്മളിനി സംസാരിക്കില്ല ഫ്രം സോളിഡ്. ഇനിയെല്ലാം നമ്മൾ പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രമായിരിക്കും. വി ആർ ഓൺലി എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP പൊസിഷൻ മാത്രമായിരിക്കും. ഓക്കെ, സോ നമുക്കിനി ബാക്കി 3 ക്വാഡ്രൻറ്റിൻ്റെയും ആവശ്യം വരുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ലൈൻസിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് പോകും. ഓക്കെ, സോ നമ്മൾ ബേസിക് ഷേപ്സ് പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള 6 ഷേപ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു, റൈറ്റ്? ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 6 ഷേപ്സിലുള്ള ഞാൻ ഒരു ഷേപ്പ് മാത്രമേ എടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഫോർ അവർ റെഫറൻസ്. എ പെൻറ്റഗൺ. ഓക്കെ, ഒരു പെൻറ്റഗൺ ആണിത്. പെൻറ്റഗൺ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഹാവിങ് 5 എഡ്ജസ്. ഓക്കെ, എഡ്ജ് എന്താ, കോർണർ എന്താ, ഫേസ് എന്താ നമുക്ക് പറയാം. നമ്മൾ 5 എഡ്ജസ്. ദാറ്റ് മീൻസ് എഡ്ജ് AB, എഡ്ജ് BC, എഡ്ജ് CD എല്ലാം ഒരു ഇൻഡിവിജ്വൽ ലൈൻസ് ആണ്. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ജസ്റ്റ് ഓരോ ടെർമിനോളജി ഒന്ന് നോക്കാം. ദാറ്റ് മീൻസ് ദിസ് വാട്ട് ആക്ച്വലി എഡ്ജ്. ഓക്കെ, ദാറ്റ് മീൻസ് എ സ്ട്രെയിറ്റ് ലൈൻ ഓർ എ ടാഞ്ചിബിൾ എഡ്ജ്. ഓക്കെ, ലൈൻസ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും എഡ്ജ് കാണാൻ പറ്റും, അതുപോലെ ഇവിടെയും എഡ്ജ് കാണാം, റൈറ്റ്? സോ നമ്മൾ ഈ ബേസിൽ കിടക്കുന്നത്, ഇതിന് നമ്മൾ ബേസ് എന്ന് പറയും. ഇതിന് നമ്മൾ ബേസ് എഡ്ജ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് മീൻസ് ബേസിലുള്ള വൺ ഓഫ് ഇറ്റ് എഡ്ജ്. ഓക്കെ, ദെൻ ഇവിടെയുണ്ട് ഒരു എഡ്ജ് കിടക്കുന്നത്. റൈറ്റ്, ഇതിന് നമ്മൾ ആക്ച്വലി വിച്ച് ഈസ് എ വേർട്ടിക്കൽ എഡ്ജ്. ഓക്കെ, വേർട്ടിക്കൽ ഫേസിലുള്ള ഒരു എഡ്ജാണ്. നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. വിച്ച് ഈസ് എ വേർട്ടിക്കൽ എഡ്ജ്. ബോത്ത് ഓഫ് എം ആർ എഡ്ജസ്. സോ വിച്ച് ഈസ് എ വേർട്ടിക്കൽ എഡ്ജ്? വിച്ച് ഈസ് ബേസ് എഡ്ജ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്കൊരു പെൻറ്റഗണൽ
ലാമിന കാണാൻ പറ്റും ബോട്ടം സൈഡ്. ഓക്കെ, ഇതാ ഇവിടെയും. ഓക്കെ, ഇതിന് നമ്മൾ ബോട്ടം ഫേസ് എന്ന് പറയും, വിച്ച് ഈസ് എ പെൻറ്റഗണൽ ലാമിന ആക്ച്വലി. അങ്ങനെയാണെങ്കിൽ ദിസ് വൺ വിൽ ബി അവർ ടോപ്പ് ഫേസ്. ഓക്കെ, ബോട്ടം ഫേസ് അല്ലെങ്കിൽ ബേസ് എന്നുകൂടെ പറയാം. ബോട്ടം ഫേസ് ഓർ ബേസ്. നേരെ ടോപ്പിൽ വരുന്നത് ടോപ്പ് ഫേസ്. ഈ പറഞ്ഞ ടോപ്പ് ഫേസ് ഓൾറെഡി പ്രിസത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ടോപ്പ് ഫേസ്. പിരമിഡ് ആണെങ്കിൽ ദ വിൽ ഹാവ് എ സിംഗിൾ കോർണർ പോയിന്റ് ഓർ എ വേർട്ടെക്സ്. ഓക്കെ, ദെൻ സോ നമ്മൾ എഡ്ജസ് പറഞ്ഞു, ബേസ് എഡ്ജ്, എ വേർട്ടിക്കൽ എഡ്ജ്, ദെൻ ബോട്ടം ഫേസ് ഓർ ബേസ് ആൻഡ് ടോപ്പ് ഫേസ്. ദെൻ നമുക്കിവിടെ കുറച്ച് കോർണേഴ്സ് കാണാം. കോർണേഴ്സ് ലൈക്ക് ദിസ് വൺ. ഓക്കെ, കോർണർ. റൈറ്റ്. ആക്ച്വലി കോർണർ എന്ന് പറയുന്നത് ഒരു പോയിന്റ്സ് ആയിരിക്കും. നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് തന്നെയാണ്. ആ സെയിം പോയിന്റ്സ് തന്നെയാണ് ഇവിടെ പറയുന്ന കോർണേഴ്സ് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ പി ആണ് ഈ ഒരു കോർണറിൻ്റെ പേരെങ്കിൽ ദ പി മേ ഹാവ് 2 പ്രൊജക്ഷൻസ്, പി ഡാഷ് ആൻഡ് സ്മോൾ ലെറ്റർ പി, ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. റൈറ്റ്. അങ്ങനെ നമുക്കിപ്പോൾ ഒരു പെൻറ്റഗൺ ആണ്. സോ പെൻറ്റഗണ് 5 കോർണേഴ്സ് ഉണ്ടാവും. സോ ബോട്ടം ഫേസും ഒരു പെൻറ്റഗൺ ആണ്, അതുപോലെ ടോപ്പ് ഫേസും പെൻറ്റഗൺ ആണ്. സോ ബോട്ടം ഫേസിന് നമുക്ക് ABCDE എന്നാണ് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ടോപ്പ് ഫേസിന് ഞാൻ PQRST ടോപ്പ് ഫേസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അവിടെ നിന്ന് തന്നെ നമുക്ക് പറയാം ദ പെൻറ്റഗണൽ ലാമിന ഹാവ് 5 corners. ഓക്കെ, 5 corners. ഈച്ച് കോർണർ ഈസ് എ പോയിന്റ്. സോ 5 points ഉണ്ടാവും. ഈ ഓരോ പോയിന്റ്സ് തമ്മിലും, ദാറ്റ് മീൻസ് PQ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഒരു ലൈനാണ്. ഓക്കെ, ആ ലൈനിനാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഒരു എഡ്ജിന് നമുക്ക് ടോപ്പ് ഫേസിലുള്ള എഡ്ജ് എന്ന് കൂടെ പറയാം. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ 2 ടൈപ്പ് ഓഫ് ഫേസ് പറഞ്ഞു, ബോട്ടം ഫേസ് ആൻഡ് ടോപ്പ് ഫേസ്. ഇവിടെയുണ്ട് കുറച്ച് ഫേസസ് ഓൺ ദ ലാറ്ററൽ സൈഡ്സ്. ഓക്കെ, ഇത് ആക്ച്വലി പ്രിസമാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫേസസും നമ്മൾ ഈ സോളിഡിനെ എടുത്തിട്ട് HP-യിൽ വെച്ച് കഴിഞ്ഞാൽ, സോളിഡിൻ്റെ ബേസ് എടുത്ത് HP-യിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫേസസും, ഈ കാണുന്ന ഫേസസ് ഒക്കെ തന്നെ വിച്ച് മേ ബി പെർപെൻഡിക്കുലർ ടു ദി HP. ഓക്കെ, എപ്പോഴും അത് പെർപെൻഡിക്കുലർ ടു HP ആയിട്ട്, ദാറ്റ് മീൻസ് വെർട്ടിക്കലായിട്ടായിരിക്കും വെക്കുന്നത്. ഈ വെർട്ടിക്കലായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിതിനെ വെർട്ടിക്കൽ ഫേസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ പെൻറ്റഗണൽ പ്രിസത്തിന് എത്ര വെർട്ടിക്കൽ ഫേസസ് ഉണ്ടാവും? പെട്ടെന്ന് 5. എക്സാക്ട്ലി. എത്ര ബേസ് എഡ്ജസ് ഉണ്ടാവും? 5. ബേസ് കോർണേഴ്സ്? 5. ടോട്ടൽ കോർണേഴ്സ്? 10 corners. 10. ബോട്ടം 5ഉം ടോപ്പ് 5ഉം എന്ന് വെച്ചാൽ ABCDE 5, PQRST 5. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഒരാൾ കൂടെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ആക്ച്വലി റിയൽ പോയിന്റ്സ് ആൻഡ് റിയൽ ലൈൻസ് ആൻഡ് റിയൽ ഫേസസ് ആണ്. ഓക്കെ, റിയൽ പോയിന്റ്സ് ആണ് ഇവരൊക്കെ. ABCD, they have projections A dash A, B dash B. Then all of them are real edges. Okay, and all of them are real faces. Faces means ABCDE എന്ന് പറയുന്ന ഒരു പെൻറ്റഗണൽ ഫേസ് ആണ്. അതുപോലെ ഏതെങ്കിലും ഒരു വേർട്ടിക്കൽ ഫേസിൻ്റെ പേര് പറയാമോ? ഏതെങ്കിലും ഒരു വേർട്ടിക്കൽ ഫേസ്? PQBA. PQBA. Okay, exactly. PQBA.
ഒരു വെർട്ടിക്കൽ ഫേസ് ആണ്. അതുപോലെ തന്നെ QBCR. ഓക്കെ, തൊട്ട് പിന്നിൽ നോക്കുകയാണെങ്കിൽ RCDS അല്ലെങ്കിൽ SDET എല്ലാം വെർട്ടിക്കൽ ഫേസസ് ആണ്. ഓക്കെ, റൈറ്റ്. നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഇതെന്താണെന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല എക്സാമിന്. ബട്ട് ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറയുന്നത് ടോപ്പ് എഡ്ജ് ഈസ് ദിസ് മച്ച് വാല്യൂ ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. എങ്ങനെയായിരിക്കും തരുന്നത്? അപ്പോൾ ഇതിൽ ഏതാണ് ടോപ്പ് എഡ്ജ് അല്ലെങ്കിൽ ഏതാണ് ബേസ് എഡ്ജ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കോർണേഴ്സ്, ലൈൻസ്, പ്ലെയിൻസ് ഓർ ഫേസസ്, all of them are real. Okay, they are existing in the space. Okay, then ഒരു imaginary ആണ് കൂടി ഇവിടെ ഉണ്ട്. That means if we have a central point on the top face and the bottom face, okay, we can draw an imaginary line like this. എന്തായിരിക്കും അതിൻ്റെ പേര്? ആക്സിസ്. എക്സാക്ട്ലി. നമ്മൾ ടൈപ്സ് ഓഫ് ലൈൻസ് പറയുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. ആക്സിസ് നമ്മൾ ചെയിൻ തിൻ ലൈൻ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ചെയിൻ തിൻ ലൈൻ. ഞാനത് എടുത്ത് പറയാൻ കാരണം അസൈൻമെൻറ്റിൽ പല നോട്ടുകളിലും പല പ്രോബ്ലത്തിലും ലോക്കസിനൊന്നും ചെയിൻ തിൻ ലൈനൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ ആക്സിസ് ഈസ് ആൻ ഇമാജിനറി ലൈൻ. ഓക്കെ, സോ നമുക്കൊരു പ്രിസത്തിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ നോമൻ ക്ലെച്ചേഴ്സും നമ്മൾ പറഞ്ഞു. ബേസ് എഡ്ജ്, ടോപ്പ് ഫേസ്, ബോട്ടം ഫേസ് ഓർ വെർട്ടിക്കൽ എഡ്ജ്, വെർട്ടിക്കൽ ഫേസ്, വട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഐ ആം മൂവിങ് ടു ദ പിരമിഡ്. ഓക്കെ, സോ വിച്ച് ഈസ് എ പിരമിഡ്? പിരമിഡ് ആണെന്ന് പറയാൻ കാരണം all the base corners are converging to a single point or single corner or single vertex. So pyramid is always have a single common point or converging point called vertex. Okay, vertex. ഒരു പേരൂടെ പറയും ആക്ച്വലി വേർട്ടെക്സിന്. എന്തായിരിക്കും? കേട്ടിട്ടുണ്ടോ? വേർട്ടെക്സ് കേട്ടതല്ലേ? വേർട്ടെക്സ് കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ? എപ്പെക്സ്. എക്സാക്ട്ലി. വേർട്ടെക്സ് ഓർ എപ്പെക്സ്. ഇവിടെയും ഒരു വിഷയം ഇത്രയേ ഉള്ളൂ. നമുക്ക് പറയുന്നുണ്ടാവുക ദി എപ്പെക്സ് ഓഫ് ദ സോളിഡ് ഈസ് ദിസ് മച്ച് ഓഫ് ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് VP ഓർ എബോവ് HP എന്നൊക്കെ പറയുമ്പോൾ ഈ എപ്പെക്സ് എന്താണ്, വേർട്ടെക്സ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് ഓൾ. ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെയുണ്ട്. നമുക്ക് ഫേസസിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓരോ കോർണേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനൊക്കെ നമുക്ക് കോർണർ ഒന്ന് പറയാം. കോർണേഴ്സ്. ഓക്കെ, ദാറ്റ് മീൻസ് ബേസിൽ ഒരു 4 കോർണേഴ്സ്. കാരണം വിച്ച് ഈസ് എ റെക്റ്റാങ്കുലർ പിരമിഡ്, ദാറ്റ്സ് ഓൾ. ബേസിൽ ഒരു 4 കോർണറും മേലെ വേർട്ടെക്സ് എന്ന് പറഞ്ഞൊരു കോർണറും, അതും ഒരു കോർണറാണ്. ദാറ്റ് മീൻസ് വിച്ച് ഈസ് എ സിംഗിൾ പോയിന്റ്. സിംഗിൾ പോയിന്റ് ഇസ് എ കോർണർ. കൺസിഡർ ഇറ്റ് ആസ് which is a D is a corner and also which is a base corner. Okay, ഇവിടെ നമുക്ക് പറയാം സെയിം കാര്യം തന്നെ. That means P is a top face corner and A, B, C, D, E all of them are a bottom or base corner. Okay, ബേസ് കോർണർ വായിക്കാൻ പറ്റുന്നതായിരിക്കുന്നു. കോർണർ, റൈറ്റ്. അങ്ങനെ നമുക്ക് A, B, C, D ആർ ബേസ് കോർണേഴ്സ്. ദെൻ ഒരു എപ്പെക്സ് ഉണ്ട്, അത് ഒരു കോർണർ തന്നെയാണ്. ദെൻ നമുക്കിനി പോയിൻറ്റ്സിനെ പറ്റി പറഞ്ഞു, ലൈൻസിനെ പറ്റി പറയാം. വി ഹാവ് എഡ്ജസ് ഓവർ ഹിയർ. എഡ്ജസ് മീൻസ് ലൈൻസ്. which is a base edge, which is an edge but which is considered on a base shape, so which is a base edge. Okay, so base edges ഉണ്ട്. ഇവിടെ ഉണ്ട് കുറച്ച് എഡ്ജസ്. ഓക്കെ, 4 എണ്ണം അല്ലേ? 1 2 3 4. ഓക്കെ, 4 എണ്ണം. ഇത് ആക്ച്വലി എഡ്ജ് തന്നെയാണ്, ബട്ട് പിരമിഡിൻ്റെ സ്ലാൻറ്റഡ് ആയിട്ടുള്ള എഡ്ജ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ സ്ലാൻറ്റ് എഡ്ജ് എന്നായിരിക്കും വിളിക്കുന്നത്. സ്ലാൻറ്റ് എഡ്ജ്, ദാറ്റ് മീൻസ് ഇൻക്ലൈൻഡ് എഡ്ജ്, സ്ലാൻറ്റ് എഡ്ജ്. So for a rectangular pyramid which is having 4 slant edges. Okay, so base edge and slant edge.
അതുപോലെ തന്നെ ഇവിടെ ഒരു ഫേസും കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ പേരെന്തായിരിക്കും? ഇറ്റ് ഈസ് എ ഫേസ്, ആക്ച്വലി സ്ലാൻഡ് ഫേസ്. ഓക്കെ, സ്ലാൻഡ് ഫേസ് എന്ന് പറയാം. മാത്രമല്ല ചിലപ്പോൾ അതിനെ ട്രയാങ്കുലർ ഫേസ് എന്നുകൂടെ പറയും. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളോട് പറയുകയാണ് വി ഹാവ് എ സ്ക്വയർ പിരമിഡ്. ഓക്കെ, അതിലൊരു ട്രയാങ്കുലർ ഫേസ് എന്ന് പറയുകയാണ്. സ്ക്വയർ പിരമിഡിന് എവിടെയാണ് ട്രയാങ്കുലർ ഫേസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് അവർ സ്ലാൻഡ് ഫേസ് ഓർ ട്രയാങ്കുലർ ഫേസ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്കൊരു കാര്യം കൂടെ കാണാൻ പറ്റും. ഫ്രം ദ ജോമെട്രിക് സെൻറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ, ഓക്കെ, ഫ്രം ദ ജോമെട്രിക് സെൻറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ ടു ദ എപ്പെക്സ് ജോയിൻ ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ. ഓക്കെ, ഫ്രം എപ്പെക്സ് ജോയിൻ ചെയ്യുന്നൊരു ലൈൻ എന്തായിരിക്കും? വിച്ച് ഈസ് എൻ ആക്സിസ്. ആക്സിസ് ഒരു ഇമാജിനറി ലൈൻ ആണ്, അങ്ങനെ ഒരാളില്ല, ബട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പിരമിഡിൻ്റെ കേസിൽ പറയാനുള്ളത്. ബേസ്, കോർണർ, ദെൻ എപ്പെക്സ്, എഡ്ജസിൻ്റെ പേര് എടുക്കുകയാണെങ്കിൽ ബേസ് എഡ്ജ് ആൻഡ് സ്ലാൻഡ് എഡ്ജ്. ഫേസസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബേസ് ഓർ ബോട്ടം ഫേസ്. ഓക്കെ, ഇതും കൂടെ നമ്മൾ പറഞ്ഞില്ല. ഇവിടെ ഒരു ഞാൻ ഈ ഫേസ് ആണ് ഉദ്ദേശിച്ചത്, ബോട്ടം ഫേസ് ഓർ ബേസ്. ഓക്കെ, ബോട്ടം ഫേസ് ഓർ ബേസ്. ഇവിടെ അത് റെക്റ്റാങ്കുലർ ആണെന്ന് മാത്രം. സോ നമ്മൾ സോളിഡിനെ സ്പെസിഫൈ ചെയ്യുന്നത്, ഓക്കെ, ആദ്യം നമ്മൾ ഇതിൻ്റെ ബേസിൻ്റെ ഷേപ്പ് എന്താണെന്ന് പറയും. ബേസിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? ബേസ് ഷേപ്പ് ഞാൻ റെക്റ്റാങ്കിൾ ആയിരുന്നു ഉദ്ദേശിച്ചത്. ഓക്കെ, സ്ക്വയറായിട്ട് തോന്നാം. റെക്റ്റാങ്കിൾ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, റെക്റ്റാങ്കുലർ എന്ന് പറയാം. സോ റെക്റ്റാങ്കുലർ പിരമിഡ് ഓർ പ്രിസം. പിരമിഡ് കാരണം which is having an apex, a common converging point, so which is pyramid. Okay, റെക്റ്റാങ്കുലർ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വിച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ്. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മളിതിനെ റൈറ്റ് റെഗുലർ റെക്റ്റാങ്കുലർ പിരമിഡ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന സോളിഡിൻ്റെ കംപ്ലീറ്റ് പേര്. ഓക്കെ, റൈറ്റ് റെഗുലർ റെക്റ്റാങ്കുലർ പിരമിഡ്. എന്തൊക്കെയാണെന്ന് പറയാം. റെക്റ്റാങ്കിൾ ആക്ച്വലി ബേസിൻ്റെ ഷേപ്പാണ്. പിരമിഡ് അതിൻ്റെ കൺവേർജിങ് പോയിന്റ് ഓർ ടോപ്പ് ഫേസ് എന്താണെന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ്. ദെൻ റെഗുലർ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ ആർ സെയിം. ഓക്കെ, ഇവിടെ ഇപ്പോൾ റെക്റ്റാങ്കുലർ ആണ്, സോ ഇൻക്ലൂഡ് ആംഗിൾ എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. സോ ഇൻക്ലൂഡ് ആംഗിൾ ഒക്കെ സെയിം ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ റെഗുലർ ജോമെട്രി ഓർ റെഗുലർ ലാമിന. അതിൽ കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട, കാരണം നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ സോളിഡും റെഗുലർ ആയിരിക്കും. റെഗുലർ സോളിഡ്സിനെ പറ്റി, റെഗുലർ ഷേപ്പിനെ പറ്റി മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ദെൻ ദ ഫസ്റ്റ് വേർഡ് റൈറ്റ് മീൻസ് നമുക്ക് ആക്സിസ് ഉണ്ടല്ലോ, ഈ ആക്സിസ് എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ബേസ്. ഓക്കെ, ആക്സിസ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ബേസ്. ഇതിനാണ് നമ്മൾ റൈറ്റ് സോളിഡ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ആംഗിൾ ടു ദ ബേസ്. ആക്സിസ് ഈസ് റൈറ്റ് ആംഗിൾ ടു ദ ബേസ്. ഈ പറഞ്ഞ ആക്സിസ് കുറച്ച് ഞാനൊന്ന് ഇൻക്ലൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ 90ക്ക് പകരം ജസ്റ്റ് ഒരു ലെസർ ആംഗിൾ, മീൻസ് ഒരു 70 ഡിഗ്രി ആക്കുകയാണ്. ദറ്റ് മീൻസ് ഒരു സ്ക്യൂഡ് ആയിട്ടുള്ള സോളിഡ് വരയ്ക്കുകയാണ്. അത് ആക്ച്വലി കാണാൻ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ആക്സിസ് ഇങ്ങനെ ഉണ്ടാവും, എല്ലായിടത്തേക്കും സോളിഡ് ഇതുപോലൊരു ഷേപ്പ്. ഓക്കെ, ഇത് ആക്ച്വലി ഇതിനെ നമ്മൾ ഒബ്ലിക് സോളിഡ് എന്നാണ് പറയുന്നത്. ഒബ്ലിക്. ഓക്കെ, ദാറ്റ് മീൻസ് ആക്സിസ് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദ ബേസ് ആണ് നമ്മൾ ഒബ്ലിക് സോളിഡ് എന്ന് പറയുന്നത്. അവിടെയും കൂടുതൽ കൺഫ്യൂഷൻസ് വേണ്ട, കാരണം നമ്മൾ ഇത്തവണ നമ്മുടെ കരിക്കുലത്തിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ റൈറ്റ് സോളിഡ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ആക്സിസ് ഈസ്
perpendicular to the base. Axis is vertical. Okay, so ഈ ഒരു സോളിഡിനെ നമുക്ക് റൈറ്റ്, റെഗുലർ, റെക്റ്റാങ്കുലർ, പിരമിഡ് എന്ന് വിളിക്കാം. തൊട്ട് മുമ്പിലുള്ള സോളിഡിലോട്ട് വരാം. ഇതിനെയും സെയിം ടെർമിനോളജി തന്നെയാണ്. ബേസ് ഈസ് പെൻറ്റഗൺ. ഓക്കെ, സോ പെൻറ്റഗണൽ പ്രിസമാണ്. കാരണം ബേസ് ഷേപ്പും അതുപോലെ ടോപ്പ് ഫേസും ആർ സെയിം. താഴെയും മേലെയും പെൻറ്റഗൺ തന്നെ ആയതുകൊണ്ട് വി ക്യാൻ കോൾ ഇറ്റ് ആസ് പെൻറ്റഗണൽ പ്രിസം. ഓക്കെ, ഇവിടെയും തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. ദാറ്റ് മീൻസ് ദിസ് സോളിഡ് ഈസ് റൈറ്റ്, റെഗുലർ, pentagonal prism. That means the axis is perpendicular to the base of the solid. Axis is perpendicular to the base of the solid. So നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ സോളിഡ്സും റൈറ്റ്, റെഗുലർ, pentagonal prism or hexagonal pyramid or rectangular prism or square pyramid, whatever it is, all of them are right, regular, solid. അതെടുത്ത് പറയാൻ കാരണം ചില ക്വസ്റ്റ്യൻസിൽ റൈറ്റ്, റെഗുലർ, പെൻറ്റഗണൽ പ്രിസം എന്നൊക്കെ പറയും. ചിലതിൽ ജസ്റ്റ് സിംപ്ലി പെൻറ്റഗണൽ പ്രിസം എന്ന് മാത്രം പറഞ്ഞു പോകുന്ന ക്വസ്റ്റ്യൻസും കാണാം. ദാറ്റ്സ് വാട്ട്. ഓക്കെ, സോ നമ്മൾ പ്രിസം ഡിഫൈൻ ചെയ്തു. അതുപോലെ പിരമിഡ്. പിരമിഡിൻ്റെ തന്നെ മറ്റൊരു സോളിഡാണ് വിച്ച് ഈസ് എ കോൺ. ഓക്കെ, ബേസ് ഷേപ്പ് ഈസ് എ സോളിഡ് സർക്കിൾ. ദിസ് വാട്ട് ആർ കോൺ. ഇവിടെ ഉണ്ടാവും ഒരു എപ്പെക്സ് which is the apex or vertex. അതുപോലെ ഇവിടെ ഒരു ബേസ് ഷേപ്പ് ഉണ്ടാവും. ഓക്കെ, ഇതെപ്പോഴും സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ബേസ് സർക്കിൾ എന്ന് പറയും. ബേസ് ഓർ ബേസ് സർക്കിൾ. ദിസ് വാട്ട് ഐ മീൻ, ബേസ് സർക്കിൾ. ദെൻ ഇവിടെ നമുക്കൊരു എഡ്ജ് പോലെ കാണാം. എഡ്ജ് എന്ന് പറയുന്നത് വിച്ച് ഈസ് എ ലൈൻ. Okay, which is a straight line. That's what our edge. Straight or curved one. That's what. നമ്മൾ സ്ട്രേറ്റ് മാത്രമേ പറയുന്നുള്ളൂ. ബട്ട് ഇതൊരു എഡ്ജ് അല്ല, ഇതൊരു ടോട്ടൽ ഒരു സർഫസ് ആണ് അല്ലേ. ത്രൂ ഔട്ട് ദ സോളിഡിലൊരു സർഫസ് ആണ്. ഇത് ആക്ച്വലി നമ്മൾ ജനറേറ്റർ എന്നാണ് പറയുന്നത്. ജനറേറ്റർ എന്ന് പറയാൻ കാരണം ആക്ച്വലി ദ കോൺ ഈസ് മെയ്ഡ് ഓഫ് എ റിവോൾവിങ് സോളിഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് എ ട്രയാങ്കിൾ ആൻഡ് ഹാവിങ് എൻ ആക്സിസ് വിച്ച് ഈസ് പാസിങ് ത്രൂ ദിസ് എഡ്ജ്, ദെൻ ഇതിനെ നമ്മളൊന്ന് റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കോൺ കിട്ടും. റിവോൾവ് ചെയ്യുക മീൻസ് ഇതിനൊന്ന് ഒരു തവണ ഒന്ന് ബേസ്ഡ് ഓൺ ദാറ്റ് ആക്സിസ് റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺ കിട്ടും. ഓക്കെ, ആ റിവോൾവ് ചെയ്ത സമയത്ത് ഇയാളായിരുന്നു ബേസിക്കലി ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഷേപ്പ് ജനറേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് വാട്ട് വി കോൾ ജനറേറ്റർ. ഓക്കെ, ഇത് ഞാൻ മറ്റൊരു പ്രോബ്ലത്തിന് വേണ്ടി ചെയ്തതാണ്. ജസ്റ്റ് ലീവ് ഇറ്റ്. ജനറേറ്റർ. ഒരു സോളിഡ് കൂടെ നമുക്ക് പറയാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തായിരിക്കും നമ്മുടെ സിലിണ്ടർ. ഓക്കെ, സിലിണ്ടറും ഇതുപോലെ തന്നെ നമുക്ക് പറയാം വിച്ച് ഈസ് ഹാവിങ് എ ടോപ്പ് ഫേസ് ഓർ ടോപ്പ് സർക്കിൾ, base or base circle, and this is what the actually generator itself. Okay, then this is the imaginary axis. Okay, so നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ, ദാറ്റ് മീൻസ് റിവോൾവ് ചെയ്ത് ഉണ്ടായിരിക്കുന്ന സോളിഡ്സ്, അതൊക്കെയാണ് കോണും സിലിണ്ടറും. ഓക്കെ, കോൺ ആൻഡ് സിലിണ്ടർ. ദെൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന സോളിഡ്സ് ഓഫ് എഡ്ജസ് ഓർ സോളിഡ്സ് ഓഫ് ഫേസസ്, ദാറ്റ് മീൻസ് പ്രിസം ആൻഡ് പിരമിഡ്. ഇത്രയും സോളിഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. റൈറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ റൈറ്റ്, റെഗുലർ, പെൻറ്റഗണൽ, പ്രിസം എന്നൊക്കെ പേര് പറഞ്ഞു. ഓക്കെ, so right.
ഓക്കെ, ഇപ്പോൾ നമ്മൾ ഞാനിവിടെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇവിടെയുണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിൻ, ദിസ് വൺ, ഓക്കെ, ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ, ഓക്കെ, എച്ച് പി ആൻഡ് വി പി. 4 ക്വാഡ്രൻസ് കാണാം. ഞാനിപ്പോൾ എൻ്റെ ഒബ്ജക്റ്റിനെ ഫസ്റ്റ് ക്വാഡ്രൻറ്റാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഒബ്ജക്റ്റ് എന്തായിരിക്കും? Can you guess? ക്യൂബോയിഡ് ആണോ? ഓക്കെ, ക്യൂബോയിഡ് എന്ന് നമ്മൾ ജനറലി വിളിക്കുന്ന ഒരു പേരാണ് ക്യൂബോയിഡ്. Cubical prism. ക്യൂബിക് പ്രിസം. ഓക്കെ, ക്യൂബ് എന്തായിരുന്നു സാധനം? സ്ക്വയർ ആയിരിക്കും ബേസ്. ഓക്കെ, ടോപ്പ് ഫേസും സ്ക്വയർ ആയിരിക്കും. മാത്രമല്ല വെർട്ടിക്കൽ എഡ്ജ് ഈസ് ഈക്വൽ ടു ദ ബേസ് എഡ്ജ്. ഓക്കെ, ഓൾ ദ എഡ്ജസ് ആർ ഇൻ സെയിം ലെങ്ത്. ദാറ്റ്സ് വാട്ട് അവർ ക്യൂബ്. ഓക്കെ, അപ്പം അതിന് പിന്നീട് ക്യൂബിക് പ്രിസം എന്ന ആക്ച്വലി ടെർമിനോളജി ഇല്ല. ക്യൂബ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഞാനിപ്പോൾ ഇത് പ്ലീസ്. എക്സാക്ട്ലി നമ്മൾ പറഞ്ഞിരിക്കുന്ന ടെർമിനോളജി വെച്ച് നമുക്ക് പറയാം. ബേസ് ഷേപ്പ് ഈസ് എ സ്ക്വയർ. ഓക്കെ, സോ ദ നെയിം വിൽ സ്റ്റാർട്ട് വിത്ത് സ്ക്വയർ. നമ്മൾ നോക്കുക, ടോപ്പ് ഫേസിൽ സ്ക്വയർ തന്നെയാണോ അതോ ഒരു കൺവേർജിങ് പോയിന്റ് ആണോ? ഇറ്റ് ഈസ് ഹാവിംഗ് ദ സ്ക്വയർ ഇറ്റ്സെൽഫ്. സോ ദിസ് സോളിഡ് ഈസ് സ്ക്വയർ പ്രിസം. ഓക്കെ, ഈ പറഞ്ഞ വെർട്ടിക്കൽ എഡ്ജ് ഹൈറ്റ് ബേസ് എഡ്ജുമായിട്ട് സെയിം ആണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് എ ക്യൂബ്. ഓക്കെ, സോ ഓക്കെ, റൈറ്റ്. സോ നമ്മളിപ്പോൾ ഞാനൊരു സോളിഡ് എടുത്തിട്ട് എൻ്റെ എച്ച് പിയിൽ വെച്ചിട്ടാണുള്ളത്. ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഞാനിനി പറയുകയാണ് ഈ സോളിഡ് ഞാൻ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്നുള്ള കണ്ടീഷൻസ് പറയുകയാണ്. ഓക്കെ, ആ കണ്ടീഷൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ട്രൂ ആണോ ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കുക. എ റൈറ്റ് റെഗുലർ സ്ക്വയർ പ്രിസം resting on HP on its base. Right regular square prism. Okay, square prism simply resting on horizontal plane on its base. ഓക്കെ, എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതും ബേസ് ആണ് റെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ബേസ് കംപ്ലീറ്റ്ലി ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് എ സെക്കൻഡ്. ഇപ്പോൾ ഞാൻ ആ ഒരു കണ്ടീഷൻ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എ സെക്കൻഡ്. ഞാൻ ആ കണ്ടീഷൻ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നമുക്ക് എന്ത് പറയാം? ഞാൻ പറയാണ് റൈറ്റ് റെഗുലർ സ്ക്വയർ പ്രിസം ദ ബേസ് ഈസ് 20 mm എബോവ് എച്ച് പി എന്ന് പറയാൻ പറ്റില്ലേ? ബേസ് ഈസ് 20 mm എബോവ് എച്ച് പി, സം വാട്ട് ഡിസ്റ്റൻസ് എബോവ് എച്ച് പി പറയാമല്ലോ. am I right? ഓക്കെ, ദെൻ മാത്രമല്ല ഇനി നമുക്ക് വി പി ആയിട്ടുള്ള കണ്ടീഷൻ പറയാം. ഓക്കെ, വി പി വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി. വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പാരലൽ ടു വി പി. ഏതായിരിക്കും ആ ബേസ് എഡ്ജ്? ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ബേസ് എഡ്ജ് ആയിരിക്കും. എഡ്ജ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പാരലൽ ടു വി പി. ഈ ബേസ് എഡ്ജ് മാത്രമല്ല, ആരും കൂടെ പാരലൽ ടു വി പി ആണ്. നമ്മളൊന്ന് ഇൻക്ലൈൻ റൊട്ടേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു എഡ്ജും കൂടെ പാരലൽ ടു വി പി ആണ്. റൈറ്റ്? കറക്റ്റ് അല്ലേ? സോ നമുക്ക് പറയാം ടു ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ആർ പാരലൽ ടു വി പി. ടു ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ആർ പാരലൽ ടു വി പി. ഒരു കണ്ടീഷൻ കൂടെ ബേസ് എഡ്ജ് വെച്ച് പറയാൻ പറ്റും. ആർക്കെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? ഞാൻ പറയാണ് ടു ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ്. ഹലോ, പ്ലീസ്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണോ ഉദ്ദേശിച്ചത്? ഞാൻ ക്ലിയർ ആയില്ല, സോറി. നമുക്ക് പറയാം വൺ ഓഫ് ഇറ്റ്സ്
ബേസ് എഡ്ജ്, ടു ഓഫ് ഇറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ട് സെയിം ലെങ്ത് ആയിരിക്കില്ലല്ലോ, ഡിസ്റ്റൻസ് ആയിരിക്കില്ല. നമുക്കറിയാം വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ്, ഫോർ എക്സാമ്പിൾ ഇത് ഇയാൾ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയാം. അല്ലെങ്കിൽ ഈ എഡ്ജിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് അറൌണ്ട് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നും പറയാം. ഓക്കെ, ഓൾ ആർ സെയിം. ഇനി ഞാനൊരു കണ്ടീഷൻ കൂടെ പറയാണ്. ടു ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ആർ പെർപെൻഡിക്കുലർ ടു വി പി. നമ്മൾ ആദ്യം പറഞ്ഞു വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയുകയാണ് ടു ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ആർ പെർപെൻഡിക്കുലർ ടു വി പി. അത് പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ വിത്ത് ദിസ് കേസ്? Two of its base edges are perpendicular to VP. പോസിബിൾ ആണ് അല്ലേ? ഇതാ ഈ ഒരു എഡ്ജ്, എനിക്ക് മൗസ് എക്സാക്ട് പോയിന്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പ്ലെയിൻ മാത്രമേ സെലക്ട് ആവുള്ളൂ. ജസ്റ്റ് സെക്കൻഡ്. Yes, sir. യെസ്, ദിസ് വൺ. ഈ ഒരു എഡ്ജിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ദിസ് എഡ്ജ് ഈസ് ആക്ച്വലി പെർപെൻഡിക്കുലർ ടു ദ വി പി. ഇത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ട് കേസും പറയാം. വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി എന്നും പറയാം. ടു ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ്, ക്യാൻസൽ ചെയ്തു പോയി. ടു ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി എന്നും പറയാം. ഓക്കെ, ഓക്കെ, സോറി. ഓക്കെ, ദെൻ ഒരു കണ്ടീഷൻ കൂടെ പറയാം. ടു ഓഫ് ഇറ്റ്സ് വെർട്ടിക്കൽ ഫേസസ് കാണാൻ പറ്റുന്നുണ്ടോ? എത്ര വെർട്ടിക്കൽ ഫേസസ് ഉണ്ട്? 4. എക്സാക്ട്ലി 4. ടു ഓഫ് ഇറ്റ്സ് വെർട്ടിക്കൽ ഫേസസ് പാരലൽ ടു വി പി. ടു ഓഫ് ഇറ്റ്സ് വെർട്ടിക്കൽ ഫേസസ് ആർ പാരലൽ ടു വി പി. നോക്കിയേ, ഇതാ ഈ ഒരു വെർട്ടിക്കൽ ഫേസ് പാരലൽ ടു വി പി ആണ്. അതുകൊണ്ടാണ് എനിക്ക് ആ വി പിയിലോട് ടച്ച് ചെയ്ത് വെക്കാൻ പറ്റിയത്. റൈറ്റ്, ഇതാ ഈ ഒരു ഫേസ്, ദിസ് വൺ പാരലൽ ടു വി പി. മാത്രമല്ല ഇയാൾ പാരലൽ ടു വി പി ആണ്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ പറയാം ടു ഓഫ് ഇറ്റ്സ് വെർട്ടിക്കൽ ഫേസസ് ആർ പാരലൽ ടു വി പി എന്ന് പറയാം. നേരത്തെ എഡ്ജിനെ പറ്റി പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻ കൂടി ഇവിടെ പറയാൻ പറ്റും. എന്തായിരുന്നു? ടു ഓഫ് ഇറ്റ്സ് വെർട്ടിക്കൽ ഫേസസ് ആർ പെർപെൻഡിക്കുലർ ടു വി പി എന്നും പറയാം, അല്ലേ? ടു ഓഫ് ഇറ്റ്സ് വെർട്ടിക്കൽ ഫേസസ്, ഈ ഒരു ഫേസ്, ഇയാൾ എന്താണ്? വി പി ആയിട്ട് പെർപെൻഡിക്കുലർ ആണ്, അല്ലേ? നോക്കി, വി പി ആയിട്ട് പെർപെൻഡിക്കുലർ ആണ് ആംഗിൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ. റൈറ്റ്, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ സോളിഡ് വെക്കാം. ഞാനിതിനെ കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ വെച്ചിട്ടുള്ളത് ദാറ്റ് മീൻസ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി. ഞാൻ ഇത്രയും കണ്ടീഷൻസ് പറയാൻ കാരണം ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി, ഓർ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി, ഓർ ടു ഓഫ് ഇറ്റ്സ് വെർട്ടിക്കൽ ഫേസസ് ആർ പാരലൽ ടു വി പി. എങ്ങനെ പറഞ്ഞാലും ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സെയിം ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, എങ്ങനെ പറഞ്ഞാലും ഇതാണ് സോളിഡ്. ഇത് നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഐ ആം ഗോയിങ് ടു ദ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും നമുക്ക് ഫ്രണ്ട് വ്യൂ കാണുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ആ റെക്റ്റാങ്കുലർ പ്രിസത്തിൻ്റെ ഹൈറ്റ് നമുക്ക്, സ്ക്വയർ പ്രിസത്തിൻ്റെ ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എക്സ് വൈ ലൈൻ ഇവിടെ ഉണ്ടാവും. ദെൻ ആ ഒരു ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാം. റൈറ്റ്, ഇനി നമ്മളതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പോവുകയാണെങ്കിൽ, റൈറ്റ്, എക്സ് വൈ ലൈനിൻ്റെ താഴെയായിട്ട് നമുക്കതിൻ്റെ ടോപ്പ് വ്യൂ കാണാം. ഓക്കെ, ടോപ്പ് വ്യൂവിൽ നമുക്കതിൻ്റെ ബേസ് കാണാൻ പറ്റും. ഐ റൈറ്റ്, അല്ലേ? ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ആക്ച്വലി ബേസ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ബേസ് ഷേപ്പ് നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാം. ഒരിക്കലും നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ അതിൻ്റെ ബേസ് കാണാൻ പറ്റില്ല. ഓക്കെ, എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓർ പാരലൽ ടു എച്ച് പി ആയിട്ട് ബേസ് ഉള്ള ഒരു സോളിഡിൻ്റെ ബേസ് ഷേപ്പ് ഹെക്സഗൺ ആണോ, പെൻറ്റഗൺ ആണോ, സ്ക്വയർ ആണോ എന്നുള്ളത് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റില്ല. മറിച്ച് നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക്, ഓക്കെ,
ടോപ്പ് വ്യൂ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്ക്വയർ ഷേപ്പ് കാണാം. ഓക്കെ, ഇനി ഞാൻ ഇതിനെ നെയിം ചെയ്യുകയാണ്. ഓക്കെ, എനിക്കിതിൽ റൈറ്റിങ്സ് ഓക്കെ ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, റൈറ്റ്. ഞാനിപ്പോൾ ഇതിന് സോളിഡിന് പേര് കൊടുക്കുകയാണ്. നമുക്കറിയാം സ്ക്വയർ പ്രിസോ ആണ്. സോ ബേസിലൊരു സ്ക്വയർ ഉണ്ട്, 4 കോർണേഴ്സ്. സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ബേസിൽ 4 കോർണേഴ്സ്. ഞാൻ പേര് കൊടുക്കുന്നത് എൻ്റെ സോളിഡിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റ്. ഓക്കെ, കോർണർ, ദാറ്റ് മീൻസ് കോർണർ എ. റൈറ്റ്, ദെൻ ദ നെക്സ്റ്റ് വൺ കോർണർ ബി. ദെൻ ഒരു അടുത്തൊരു കോർണർ കൂടെ ഇവിടെ ഉണ്ട്, പിന്നിലാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഒരു വ്യൂവിൽ. അറൗണ്ട് ഇവിടെ ആയിട്ട് വരും, വിച്ച് ഈസ് അവർ സി ആൻഡ് ഡി. ഓക്കെ, സോ ബേസിലുള്ള ഷേപ്പിന് ഞാൻ കോർണേഴ്സിന് പേര് കൊടുത്തു എ, ബി, സി ആൻഡ് ഡി. ഇനി നേരെ ടോപ്പിലുണ്ട് ഒരു സ്ക്വയർ. ആ ഒരു സ്ക്വയറിന് ഞാൻ പേര് കൊടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ, ദിസ് കോർണർ, corner P. Okay, corner P. Then this one is corner Q, this one corner R, and this one is corner S. So ABCD is the bottom face, PQRS is the top face. Okay, base on ABCD, bottom face on ABCD, PQRS on a top face. ഇതിൽ കുറച്ച് വെർട്ടിക്കൽ എഡ്ജസ് കൂടെ കാണാം. ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ എഡ്ജിൻ്റെ പേര് പറഞ്ഞേ, ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ എഡ്ജ്. ഒരു വെർട്ടിക്കൽ എഡ്ജ്. AP. Exactly. AP is a vertical edge. BQ is a vertical edge. DS is a vertical edge. RC is a vertical edge. Anything. Okay. മാത്രമല്ല ഇതിനൊരു ആക്സിസ് കൂടെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. An imaginary line which is joining the geometric center of base and geometric center of the top face. അതിനും ആക്ച്വലി നമ്മളൊരു പേര് കൊടുക്കണം, which is an imaginary line which consists of 2 imaginary points. Those points are the geometric center of the base and top face. Geometric center എന്ന് പറയുന്നത് സർക്കിൾ ആണെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്റർ, സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിൽ ഡയഗണൽസ് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ്. ഓക്കെ, നമുക്ക് ഓരോ സോളിഡിൻ്റെ അത് പഠിക്കാനുണ്ട്. റൈറ്റ്, സോ ഇതിന് നമ്മളൊരു പേര് കൊടുക്കണം. ഞാൻ പേര് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ടോപ്പിലുള്ള ആക്സിസ് പോയിന്റ് ഞാൻ O ആൻഡ് ബോട്ടം ഉള്ള ആക്സിസ് പോയിന്റ് ഞാൻ M എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, റൈറ്റ്. നമ്മുടെ ടൈം ഏകദേശം ഒരു 3 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഞാൻ ഈ കംപ്ലീറ്റ് സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണ്. ഓക്കെ, ഫ്രണ്ട് വ്യൂ, തിങ്ക് അബൌട്ട് ദാറ്റ്. ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണ്. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ കാണുന്ന ബേസിൻ്റെ പേരെന്തായിരിക്കും? പേരെങ്ങനെ നോട്ടേറ്റ് ചെയ്യും? AB. ബേസ് എന്ന് പറയുന്നത് ഒരു ലാമിന ആയിരിക്കും, പ്ലെയിൻ ലാമിന. ABCD ആയിരിക്കും ബേസ്, ABCD. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് A', B', C', D' ആയിരിക്കും. റൈറ്റ് അല്ലേ? ടോപ്പ് വ്യൂ എഴുതി കഴിഞ്ഞാൽ ABCD ആയിരിക്കും അതിൻ്റെ ടോപ്പ് വ്യൂ. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. മാത്രമല്ല ആക്സിസിനുണ്ട്. ആക്സിസിന് O', M' ആയിരിക്കും ഫ്രണ്ട് വ്യൂ, അതുപോലെ OM ആയിരിക്കും ടോപ്പ് വ്യൂ. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞു വന്നത്, ഇവിടെ ഇപ്പം ദ സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP. സോളിഡ് ഈസ് ആക്ച്വലി റെസ്റ്റിംഗ് ഓൺ HP. അങ്ങനെയാണെങ്കിൽ A', B', C', D', all the points will lie on XY XY line. Exactly. XY.
എക്സ് വൈ ലൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ കിട്ടും അല്ലേ. ഇതിൻ്റെ പ്രൊജക്ഷൻ ഞാൻ ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്നാണല്ലോ നോക്കുന്നത്. അങ്ങനെയാണ് നേരെ ഇവിടെ കിട്ടും. അതുപോലെ ഇയാളുടെ പോയിന്റ് അറൗണ്ട് ഇവിടെയൊക്കെ കിട്ടും, നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ ദിസ് പോയിന്റ്, ഈ പോയിന്റിൻ്റെ പേര് എന്തൊക്കെയായിരിക്കും? എക്സ് വൈ ലൈനാണ്, ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഈ പോയിന്റിൻ്റെ പേര് എന്തായിരിക്കും? എ ഡാഷ് എ ഡാഷ്. ഡി ഡാഷ് മാത്രമല്ല ഡി ഡാഷ് കൂടെയാണ്. സെയിം പോയിന്റിൽ വന്നു. സോ വി വിൽ സെപ്പറേറ്റ് ദീസ് പോയിന്റ്സ് വിത്ത് കൊമ. ഓക്കെ, കൊമ സെപ്പറേറ്റഡ് പോയിന്റ്സ്. മാത്രമല്ല വൺ ഓഫ് ദ പോയിന്റ് ഈസ് ഹിഡൻ. ആരായിരിക്കും ഹിഡൻ? ഡി ഡാഷ് D dash. D dash is hidden. Okay, so that point is A dash and D dash. Sorry, A dash and D dash. Okay, and there D dash is hidden. D dash hidden ആവാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ഫ്രണ്ട് വ്യൂ നോക്കുന്നത് എന്തായാലും ഇവിടെ നിന്നായിരിക്കും. എയുടെ തൊട്ട് പിന്നിലാണ് D വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ D will be hidden. തൊട്ട് മുകളിൽ ഇവിടെയും അങ്ങനെ തന്നെ ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ബി സിയുടെ നേരെ പിന്നിലുള്ള പോയിന്റിനെ പറ്റി ഞാൻ പറയുന്നത്. ദിസ് ഈസ് ആക്ച്വലി B dash and C dash. C dash is hidden, B dash is visible. അപ്പോൾ വിസിബിൾ ആയിട്ടുള്ള ആളെ നമ്മൾ ആദ്യം എഴുതും, ഹിഡൻ ആയിട്ടുള്ള ആളെ നമ്മൾ കൊമയിട്ട് രണ്ടാമതായിട്ട് എഴുതും. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.